എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ചുരിദാർ സ്റ്റിച്ചിങ് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഞാൻ വിവരിക്കുന്നുണ്ട്. നോക്കുക, ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള മെഷർമെൻറ്റുകളാണ് ഇതിൽ ഒരു സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ എത്രയൊക്കെ ലൂസ് ഇടണം എന്ന് തൊട്ടാണ് നമ്മളിതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഫസ്റ്റ് നമുക്ക് ഷോൾഡർ മെഷർമെൻ്റ് ആണ്. ഷോൾഡർ നമ്മൾ എടുത്തിട്ടുള്ള 13 ഇഞ്ചാണ്. അപ്പൊ നമ്മൾ 13/2, അപ്പൊ നമുക്ക് 6.5 കിട്ടും. ആ 6.5യുടെ കൂടെ നമ്മൾ അര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പാണ് അതിൽ ആഡ് ചെയ്യുന്നത്. ഷോൾഡറിന് ഒരിക്കലും നമ്മൾ ലൂസ് ആഡ് ചെയ്യണില്ല. അപ്പൊ നമ്മൾ 7 ഇഞ്ചിലാണ് അത് കട്ട് ചെയ്യുന്നത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, അര ഇഞ്ച് നമ്മൾ ഒരു തയ്യൽ തുമ്പ് മാത്രമാണ് ഷോൾഡറിൽ ഇടുന്നത്. ഇനി നോക്കുക, ചെസ്റ്റ് അളവാണ്. ചെസ്റ്റ് അളവ് നോക്കുക 32 സാധാരണ നമ്മൾ ചെസ്റ്റ് അളവിന്റെ കൂടെ 4 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ചാണ് കൂട്ടുക. അപ്പൊ ഇതിൽ ഞാൻ 4 ഇഞ്ച് കൂട്ടിച്ചാണ് ചെയ്യുന്നത്. അതിനുശേഷം അപ്പൊ നമുക്ക് 36 കിട്ടും /4. അപ്പൊ നമുക്ക് 9 കിട്ടുക. ആ 9ന്റെ കൂടെ നമ്മൾ 1 ഇഞ്ചാണ് ഇതിൽ തയ്യൽ തുമ്പായിട്ട് ഇടുന്നത്, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വേസ്റ്റ് നോക്കുക, 30 ഇഞ്ചാണ്. അതിന്റെ കൂടെ ഞാൻ 2 ഇഞ്ചാണ് നമ്മൾ ഇവിടെ കൂട്ടിയിട്ടുള്ളത്. അതിനുശേഷം /4 എടുക്കും, നമുക്ക് 8 ഇഞ്ച് കിട്ടും +1 തയ്യൽ തുമ്പ്. ഹിപ്പിലും അതെ, നമ്മൾ 2 ഇഞ്ചാണ് കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കുക, 39/4 കിട്ടുമ്പോൾ നമുക്ക് 9.25 +1, അങ്ങനെ 10.25 ഇഞ്ചിലാണ് നമ്മളിത് കട്ട് ചെയ്യണത്. അതുപോലെ തന്നെ ആം ഹോൾ നമ്മളിത് ഓൾറെഡി ലൂസ് ഇട്ടിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണ മാത്രമേ ഉള്ളൂ. 16/2 നമുക്ക് 8 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ 8 ഇഞ്ചാണ് കട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ തയ്യൽ തുമ്പോ ഇതൊന്നും അപ്ലൈഡ് അല്ല. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സാധാരണ അത് മെഷർമെന്റ് ചെയ്യാന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് അത് ശ്രദ്ധിക്കാറുള്ളൂ. പിന്നെ സ്ലിറ്റ് 13 ഇഞ്ച്. അതുപോലെ തന്നെ ഇനി അടുത്ത് നോക്കേണ്ടത് ലെങ്ത് ആണ്. ലെങ്ത് 38 ഇഞ്ചാണ്. 38 ഇഞ്ച് ലെങ്ത് വരുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ 2 ഇഞ്ച് കൂട്ടണം. മുകൾ ഭാഗത്ത് 1/2 ഇഞ്ചും താഴ്ഭാഗത്ത് 1.5 ഇഞ്ചും കൂട്ടി 40 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വിഡ്ത്ത് 23 ഇഞ്ചാണ്. അപ്പൊ 23 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിന്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് മാത്രമാണ് ചേർക്കേണ്ടത്. അതായത് 11.5 +4 ഇഞ്ചാണ് തയ്യൽ തുമ്പ് നമുക്ക് അടിഭാഗത്തേക്ക് ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് 12.4 ഇഞ്ച് ആണ് നമുക്ക് അതിന് ആവശ്യമുള്ളൂ. ഇനി അടുത്തത് നോക്കുക, സ്ലീവ് ആണ്. സ്ലീവിൽ നമുക്ക് ലെങ്ത് 16 ഇഞ്ചാണ്. അപ്പൊ 16 ഇഞ്ചിന്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക. അതുപോലെ വിഡ്ത്തിലും നമുക്ക് 5.4 ഇഞ്ചാണ് വിഡ്ത്ത്. അതിന്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക. ഇത്രയാണ് നമുക്ക് ഇതിൽ കൂട്ടേണ്ട മെഷർമെന്റുകളായിട്ടും അതിന് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ മെഷർമെന്റുകളുമാണ് ഇതിൽ കാണിച്ചത്. ഇനി നമുക്ക് ഇതിൽ വരിക നെക്ക് വിഡ്ത്തും നെക്ക് ഡെപ്തും ആണ്. അത് ഞാൻ തുടർന്ന് പറയാം. നമുക്ക് ആദ്യമായിട്ട് നോക്കുക, ഇത് ലൈനിങ് മെറ്റീരിയൽ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലൈനിങ് തുണിയാണ്. ഇതൊരു ലൈനിങ് തുണി എടുത്തിട്ടുള്ളത്. നോക്കുക, ഇത് ഇങ്ങനെ മടക്കിയിട്ടുള്ള തുണിയെ ഞാൻ നീളത്തിലാണ് മടക്കിയിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, തുണി 2 ലെയറായിട്ട് ഞാൻ നീളത്തിലാണ് മടക്കിയിട്ടുള്ളത്. ഇത് നോക്കുക, സാധാരണ മടക്കുന്നത് പോലെയല്ല. കണ്ടില്ല, നമുക്ക് നമ്മൾ ലൈനിങ് മെറ്റീരിയൽ വാങ്ങാൻ പോകുമ്പോൾ തന്നെ നമുക്ക് ലൈനിങ് മെറ്റീരിയൽ ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ വെച്ച് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ തുണി മടക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇപ്പൊ ഇതിൽ നോക്കുക, നമുക്ക് ആവശ്യമുള്ള തുണി നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത് നോക്കുക. ഇത് നമുക്ക് 17 34 ഇഞ്ചാണ് വീതി. അപ്പൊ നമുക്ക് ഇത്രയും ആവശ്യമില്ല. നമുക്ക് ഇതിൽ നോക്കുക, ഇതില് വിഡ്ത്ത് നോക്കുക. വിഡ്ത്ത് നമ്മുടെ 23 ഇഞ്ചാണ്. അതായത് നമുക്ക് തയ്യൽ തുമ്പടക്കം 12.4 വിഡ്ത്ത് ആവശ്യമുള്ളത്. അപ്പൊ നമ്മൾ ഇതിൽ നോക്കുക എന്താണ് ചെയ്യേണ്ടത് നോക്കുക. നമുക്ക് തുണി കട്ട് ചെയ്യുമ്പോൾ തുണി സേവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി എല്ലാ ഭാഗത്തേക്കും സ്ലീവിനൊക്കെയുള്ള തുണികൾ കിട്ടുള്ളൂ. അപ്പൊ ആദ്യം നോക്കുക, നമ്മൾ ഇവിടെ ഈ സെൽവിഡ്ജ് ഒഴിവാക്കിയതിന് ശേഷം നമ്മളൊരു 12.5 ഇഞ്ച് അല്ലെങ്കിൽ 13 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഇത് ഒരു ലെയർ മടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കുക, 13 ഇഞ്ചാണ് നമ്മൾ ഇവിടുന്ന് എടുക്കുന്നത്, അല്ലെങ്കിൽ 12.5 ഇഞ്ചായാലും മതി. നോക്കുക, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാണ്. ഒരു 13 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുക. അറ്റത്തുനിന്നാണ് 13 ഇഞ്ച് വെച്ചിട്ടുള്ളത്. ഞാൻ സെൽവിഡ്ജ് അടക്കം 13 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക. ഈ മാർക്കിങ്ങിനനുസരിച്ച് നമ്മൾ ഇനി ഇത് മടക്കുകയാണ് ചെയ്യണത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ തുണി 4ആയി മടക്കുന്ന രീതി വേറെ രീതിയിലാണ് 4ആയിട്ട് മടക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നോക്കുക, ഞാൻ നീളത്തിൽ തുണി മടക്കിയതിന് ശേഷമാണ് അതിന് 4ആയി മടക്കുന്നത്.
അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുണി സേവ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ സൈസ് ആയിരിക്കും. ഒരു തരത്തിലും ഒരു പൊടിക്ക് പോലും വ്യത്യാസം ഉണ്ടാവില്ല. ഇതുണ്ട്. ഇനി കറക്റ്റ് നമ്മൾ ഈ വീതി തന്നെയല്ലേ എന്ന് ഒന്നുകൂടി അളന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നീളത്തിൽ 2.5 മീറ്റർ നീളം മുഴുവൻ ഇതേപോലെ മടക്കുക. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. 2.5 മീറ്റർ നീളം മുഴുവൻ. എത്ര മീറ്റർ ആണോ തുണി നമ്മുടെ ആ തുണി മുഴുവൻ ഇതുപോലെ നീളത്തിൽ തന്നെ മടക്കുക. ഞാൻ ലാസ്റ്റിൽ ഒന്നും കൂടി ഒരു ചെറിയൊരു പേപ്പർ പീസിൽ നിങ്ങൾക്ക് കാണിക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അതും കൂടി കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും നമുക്ക്. അപ്പൊ നോക്കി, ഇതിപ്പോ നമ്മൾ നീളത്തിൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ വീതിക്ക് അനുസരിച്ച് മടക്കിയതിന് ശേഷം കണ്ടു ഇതുപോലെ മടക്കുക, തിരിച്ച് മടക്കുക. കണ്ടോ, 2 അറ്റം നമ്മൾ ഒരുപോലെ വെച്ച് തിരിച്ച് അത് മടക്കിക്കാണ്. ഇപ്പോൾ വേറെ ഒന്നും ചെയ്യണില്ല. ഞാൻ നടുമടക്കിയിട്ടുള്ളത് രണ്ടും 2ആയി വെച്ച് തന്നെയാണ് നടുമടക്കിയിട്ടുള്ളത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇതിൽ ചുളിവ് അങ്ങനെയുള്ള ഒന്നും തന്നെ ഉണ്ടാവാതെ വേണം നമുക്ക് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇത് ഒന്നും കൂടി കറക്റ്റ് ചെയ്യുക. മെഷർമെന്റ് നമ്മൾ ഉദ്ദേശിച്ച വീതി ഇല്ലെന്ന് എപ്പോഴും കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യണത് നോക്കുക. ഇനി നമ്മളിത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇത് അയൺ ചെയ്ത് ഇതിന്റെ ചുളിവുകളൊക്കെ മാറ്റി കറക്റ്റ് ചെയ്യാത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഭാഗം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എങ്ങനെയാ തുണി മടക്കിയത് എന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും. സാധാരണ ആൾക്കാർ പലരും ചുരിദാർ ടോപ്പ് കട്ട് ചെയ്യുന്നത് ഇങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം കാണിക്കുന്നത്. സാധാരണ കട്ട് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ പലരും പറയാറുണ്ട് ഒരു പീസ് വീതി കൂടി ഒരു പീസ് വീതി കുറഞ്ഞു, അല്ലെങ്കിൽ വലിപ്പം കൂടുതലും കുറവും സംഭവിക്കും. ഇതിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സംഭവമേ ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 പീസും നമ്മൾ വെവ്വേറെയാണ് കട്ട് ചെയ്യുന്നത്, ഒരുമിച്ചല്ല കട്ടാവുന്നത്. 2 പീസും ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഇതിൽ കട്ടാവുന്നത്. അപ്പൊ ഇത് നന്നായി അയൺ ചെയ്ത് നമ്മൾ വൃത്തിയാക്കി ലെവൽ ചെയ്യുക. ലെവൽ ചെയ്തതിനു ശേഷം നോക്കുക, ഒരു സൈഡ് നമ്മൾ കറക്റ്റ് ആയിട്ട് ലെവൽ ചെയ്യുക. നമ്മുടെ ആ കട്ട് ചെയ്തിട്ടുള്ള എഡ്ജിനെ നമ്മൾ കറക്റ്റ് ചെയ്യുക. സ്കെയിൽ വെച്ച് അത് കറക്റ്റ് ചെയ്തതിന് ശേഷം ഇനിയാണ് നമ്മളിതിൽ മാർക്കിങ് തുടങ്ങുന്നത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നോക്കുക, നമ്മൾ എങ്ങനെയാണ് ഇതിൽ തുണി വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇതിൽ ഫ്രണ്ട് പീസും ബാക്ക് പീസും രണ്ടും 2ആയിട്ടാണ് നിൽക്കുന്നത്. അതോ ഈ എഡ്ജ് കറക്റ്റ് ആയിട്ടല്ലേ നിൽക്കുന്നത് എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിൽ ഓരോ മെഷർമെന്റും അപ്ലൈ ചെയ്യാണ്. അപ്പൊ ഷോൾഡർ നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. അപ്പൊ ഇതേ മാർക്കിങ് നിങ്ങൾ താഴത്തേക്കും നമ്മൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്കിയിട്ട് മാറ്റുക. ഇനി നോക്കുക, ഇതിന്റെ ആം ഹോള് നമുക്ക് 8 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഇത് കോളറുള്ള കുർത്തിയാണ് ഞാൻ കട്ട് ചെയ്യണത്. അപ്പോൾ ഇതിന്റെ താഴേക്ക് നമ്മൾ 8 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇതിൽ 1 ഇഞ്ച് നമ്മൾ ഇവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നോക്കുക, ഇതിൽ നമ്മൾ നെക്ക് കൊടുക്കുന്നത് 3 ഇഞ്ചാണ് നെക്ക് കൊടുക്കുന്നത്. 3 ഇഞ്ച് നെക്കിന്റെ ഡെപ്ത് ഞാൻ ഇതിലിപ്പോൾ മാർക്ക് ചെയ്യണില്ല. അത് ഞാൻ ഇതിന്റെ ബാക്കി ഭാഗം തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം. അത് ഇനി നോക്കുക, നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്യാണ്. അവിടുന്ന് 6.5 ഇഞ്ചില് വേസ്റ്റ്, അതുപോലെ തന്നെ 7 ഇഞ്ചില് നമ്മൾ ഹിപ്പ് മാർക്ക് ചെയ്യാണ്. ഇതൊരു ബോഡീനെ എടുത്തിട്ടുള്ള മെഷർമെന്റ് ആണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. നമുക്ക് ടോട്ടൽ നമുക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു 21 ഇഞ്ച് 22 ഇഞ്ചിലാണ് നമുക്ക് ഹിപ്പ് മാർക്ക് സാധാരണ വരേണ്ടത്. പിന്നെ നമുക്കത് പല ആൾക്കാരുടെയും സൈസ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇനി ഈ 3 ലൈനുകളെയും നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനാക്കി മാറ്റുക.
ഓക്കെ, അപ്പൊ ഈ 3 വരകളും നമ്മൾ ഇതുപോലെ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ 3 വരയിലാണ് നമ്മുടെ ചെസ്റ്റും വേസ്റ്റും ഹിപ്പും നമുക്ക് മെഷർമെന്റ് കൊടുക്കേണ്ടത്. ഇപ്പൊ നമുക്ക് ചെസ്റ്റ് മെഷർമെന്റ് നോക്കുക, നമ്മൾ 9 + 1 അങ്ങനെയാണ് 10 ഇഞ്ച്. അപ്പൊ ആദ്യം 9ഉം അത് കഴിഞ്ഞിട്ട് 1ഉം 1 ഇഞ്ച് തയ്യൽ തുമ്പാണ്, അത് രണ്ടും വേറെ വേറെ മാർക്ക് ചെയ്യുക. നമ്മൾ ടോട്ടൽ എടുത്തിട്ട് 9ഉം 1ഉം ആയിട്ട് രണ്ടും രണ്ടായി മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ വേസ്റ്റ് നമ്മൾ 8ഉം 1ഉം അങ്ങനെ മാർക്ക് ചെയ്യുക. ഹിപ്പ് അതുപോലെ തന്നെ 9.25ഉം 1ഉം 10.25. ഇപ്പൊ 10.25 മാർക്ക് ചെയ്യുക, 9.25 മാർക്ക് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഈ 3 മെഷർമെന്റ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നോക്കുക, ഇത് ഹിപ്പ് കർവ് സ്കെയിലാണ്. ഇപ്പോൾ ഹിപ്പ് കർവ് സ്കെയിൽ എടുത്ത് കഴിഞ്ഞിട്ട് നോക്കുക, ഇതിനെ ഇങ്ങനെ വെക്കുക. ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ചെസ്റ്റിന്ന് വേസ്റ്റിലേക്ക് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ വേസ്റ്റിന്ന് ഹിപ്പിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ സ്കെയിൽ ഇങ്ങനെ തിരിച്ചു വെക്കണം. തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിന്റെ വിഡ്ത്ത് ആണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ ആം ഹോൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ആം ഹോൾ നോക്കുക, ഈ ആം ഹോൾ കർവ് വെക്കുക. ആം ഹോൾ കർവ് ഇങ്ങനെ വെച്ച് ഇതുണ്ട്. നമ്മളിവിടെ വരച്ചിട്ടുള്ള ഈ 9 ഇഞ്ചിന്റെ മാർക്കിലേക്ക് ഷോൾഡറിന് ഇതുപോലെ വെച്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്താൽ മതി. കാരണം ഇത് വേറെ ഒന്നും നിങ്ങൾക്ക് നോക്കാതെ ഇത് ബാക്ക് ആം ഹോളിന്റെ കറക്റ്റ് സൈസ് ആയിരിക്കും. വേറെ ഒരു വ്യത്യാസവും ഇതിൽ ഇല്ല. ഞാൻ സ്കെയിൽ വെച്ചിട്ടുള്ള ഇതുപോലെ നിങ്ങൾ വെച്ചാൽ മതി, ഇത് കറക്റ്റ് ആയിരിക്കും. ഇനി ജസ്റ്റ് നമുക്കിത് അളന്ന് നോക്കുക, 8 ഇഞ്ച് അളവില്ലെന്ന് നോക്കുക. ഉണ്ടല്ലേ, കറക്റ്റ് 8 ഇഞ്ചാണ് ഈ അളവ്. അപ്പോൾ ഈ അളവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ നിങ്ങൾ ചെസ്റ്റ് ലൈൻ ഒന്നുകിൽ താഴ്ത്തേണ്ടി വരും, അല്ലെങ്കിൽ മുകളിലേക്ക് മാറ്റേണ്ടി വരും. അത്രയാണ് അതിൽ വ്യത്യാസമുള്ളൂ. ഇനി നോക്കുക, ലെങ്ത് ആണ് നമ്മൾ മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ലെങ്ത് ഇതിൽ നമുക്ക് ലൈനിങ്ങിൽ നമ്മളെപ്പോൾ കട്ട് ചെയ്യുകയാണെങ്കിലും നമ്മുടെ തുണിയിലുള്ള ടോട്ടൽ ലെങ്ത്തിനേക്കാളും 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് കുറച്ച് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യുന്നത് നോക്കുക, 38 ഇഞ്ച് തന്നെയാണ് ഞാൻ ഇതിൽ മാർക്ക് ചെയ്യണത്. കാരണം അതിൽ 2 സൈഡും നമ്മൾ മടക്കി തയ്ക്കലും തയ്യൽ തുമ്പും പോകുമ്പോൾ അത് 2 ഇഞ്ചോളം വ്യത്യാസം വരും. ഇല്ലെങ്കിൽ നമുക്ക് അത് താഴത്ത് തയ്ക്കുന്ന സമയത്ത് മടക്കി തയ്ച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ 38 ഇഞ്ച് ആണ് ഞാൻ ഇതിൽ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ആ വിഡ്ത്ത് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുക. 12.25 ഇഞ്ചാണ് വിഡ്ത്ത്. അപ്പൊ 12.25 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നോക്കുക, നമ്മൾ ഈ ഹിപ്പിലേക്ക് സ്ട്രെയിറ്റ് സ്കെയില് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇത്രയാണ് നമ്മുടെ പണി ഇതിലുള്ളൂ. ഇനി നമുക്കിതിൽ ഇത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ള പണിയാണുള്ളത്. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ നമുക്കിത് കട്ട് ചെയ്യാം. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എങ്ങനെയാണ് കട്ട് ചെയ്യണത് എന്ന്. കട്ട് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, 2 ലെയറും ഒരുപോലെ തന്നെ അല്ലേ ഇരിക്കണേന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇതൊരു 3 പാർട്ടുള്ള വീഡിയോ ആണ് ഈ ചെയ്യണത്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത 2 പാർട്ടും കൂടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വന്തമായിട്ടൊരു ചുരിദാർ കട്ട് ചെയ്ത് തയ്ക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ വ്യക്തമായിട്ട് കാണുക. അതാണ് ഈ വീഡിയോയിൽ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടൊന്നുമില്ല, കറക്റ്റ് സ്പീഡിലാണ് ഞാൻ കാണിക്കുന്നത്. വളരെ അധികം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. സംശയങ്ങൾക്കുള്ള ഇടയില്ല. അപ്പോൾ ഈ ഭാഗം കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യുക. അപ്പൊ ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുക. ഞാൻ കൈ വെച്ചിട്ടുള്ള പോലെ ഒരു കൈ ഇതിന്റെ മുകളിൽ വെക്കുകയാണ്. അപ്പോൾ ആ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല, അനങ്ങാതെ നമുക്ക് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നോക്കുക, നമ്മളുടെ ലൈനിങ് തുണി കട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ കട്ട് ചെയ്ത ഈ ലൈനിങ് ഇനി
തുണിയുടെ മുകളിൽ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചുരിദാർ മെറ്റീരിയൽ കട്ടിങ്ങും ആവും. അപ്പോൾ ഞാൻ ഇതിലും തുണി മടക്കുന്നത് നിങ്ങൾ കണ്ടു. അതുപോലെ തന്നെയാണ് നമ്മൾ തുണി മടക്കേണ്ടത്. നമ്മൾ തുണി പരമാവധി സേവ് ചെയ്തിട്ട് വേണം നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കാൻ. ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ കറക്റ്റായിട്ട് ഒരേ അളവിൽ ആണ് ഇത് കട്ട് ചെയ്ത് കിട്ടുക. നമുക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റ് ഫിനിഷിങ്ങിലായിരിക്കും നിങ്ങൾക്ക് രണ്ട് പീസും കട്ടാവുക. അപ്പോൾ എപ്പോഴും ഇതുപോലെ 2 ലെയർ ആക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ഇനി നോക്കുക, നമുക്ക് ഇതിന്റെ ബാലൻസ് ഉള്ള തുണി നോക്കുക. ഇത് നമുക്ക് ലൈനിങ് ആയതുകൊണ്ട് നമുക്ക് തുണി കുറച്ചാണ് ഇതിൽ ബാലൻസ് ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ചുരിദാർ മെറ്റീരിയൽ ആണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ വീതി ഉണ്ടാവും. ഇത് ഒരു 34 ഇഞ്ച് വീതി 36 ഇഞ്ച് വീതി ഉള്ളപ്പോൾ നമ്മുടെ ചുരിദാർ മെറ്റീരിയൽ 44 ഇഞ്ച് വീതിയാണ് ഉണ്ടാവുക. അപ്പൊ ഇത്രയും മെറ്റീരിയൽ നമ്മൾ സേവ് ചെയ്ത് തന്നു. ഇനി നോക്കുക, ഇതിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ ഞാൻ ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും വേറെ വേറെ കട്ട് ചെയ്തിട്ടില്ല. ഇതിപ്പോ രണ്ടും നമ്മൾ ബാക്ക് ആം ഹോളിന്റെ കണക്കിനാണ് കട്ട് ചെയ്തത്. ഇതിൽ ഫ്രണ്ട് ആം ഹോള് ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ബാക്ക് പീസാണ്. അപ്പൊ ബാക്ക് പീസ് നമ്മൾ ഒന്നും ചെയ്യണില്ല, അങ്ങനെ എടുത്തു വെക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഫ്രണ്ട് പീസിനെ നമ്മൾ എടുത്തു. ഫ്രണ്ട് പീസിനെ എടുത്തിട്ട് എന്താണ് ചെയ്യണത് എന്ന് നിങ്ങൾ നോക്കുക കറക്റ്റായിട്ട്. നമ്മൾ ഈ ഷോൾഡർ സ്ലോപ്പിന്ന് ഇവിടേക്കുള്ള ഈ ലെങ്ത് അളക്കുക, അതിന്റെ നേർപകുതി മാർക്ക് ചെയ്യുക. ആ നേർപകുതി മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് 1/2 ഇഞ്ച് മുതൽ 3/4 ഇഞ്ച് വരെ ഉള്ളിലേക്ക് കയറ്റി ഒന്ന് മാർക്ക് ചെയ്യുക. ഇതിനു ശേഷം ആം ഹോൾ കർവ് എടുത്തിട്ട് ഞാൻ ഈ വെച്ചിട്ടുള്ളത് പോലെ തന്നെ വെക്കുക. കാരണം നമ്മൾ ആ 9 ഇഞ്ച് മാർക്ക് ചെസ്റ്റിലേക്ക് മാർക്ക് ചെയ്തിട്ടുള്ള അവിടേക്ക് തന്നെ ഇരിക്കണം. അപ്പോൾ ഈ ഷേപ്പിൽ വേണം ഇരിക്കാൻ. അപ്പോൾ നോക്കുക, ഇത്രയും നമുക്ക് ഉള്ളിലേക്ക് കയറ്റി ഇതുപോലെ മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഞാനിതിൽ ഇത് കട്ട് ചെയ്യണില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇത് സ്റ്റിച്ചിങ്ങിന്റെ സമയത്ത് മാത്രമേ കട്ട് ചെയ്യാറുള്ളൂ. ബൈ ചാൻസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് പീസോ ബാക്ക് പീസോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് അപ്പൊ നമ്മളുടെ ആ 2 പരിപാടിയും കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, അടുത്ത ഒറിജിനൽ ചുരിദാർ മെറ്റീരിയൽ എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ അതിൽ അടുത്ത വീഡിയോകളിൽ നിങ്ങൾക്ക് അത് ഞാൻ കാണിക്കാം. ഒരു 3 തരത്തിലുള്ള മെറ്റീരിയൽ, പ്രിന്റഡ് മെറ്റീരിയൽ, പ്ലെയിൻ മെറ്റീരിയൽ, അതുപോലെ തന്നെ വേറൊരു സെമി സ്റ്റിച്ച് മെറ്റീരിയലും കട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. ഇനി ഇത് നോക്കുക, നമ്മളുടെ ഒരു മിസ്റ്റേക്ക് ഞാൻ നിങ്ങൾക്ക് ഒഴിവാക്കി തരാണ്. ഇതൊരു 2.5 മീറ്റർ നീളമുള്ള തുണി, അതുപോലെ 44 ഇഞ്ച് വീതിയുള്ള ഒരു തുണിയുമാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഒരു പേപ്പർ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ സാധാരണ എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ മടക്കും. നീളത്തിൽ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് മടക്കും. അപ്പൊ ഉള്ളിലൊരു ലെയർ അതിന്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട്, പുറത്ത് വേറൊരു ലെയറാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് തികച്ചും തെറ്റായ രീതിയാണ്. പ്രത്യേകിച്ച് ഷിഫോൺ, പോളിസ്റ്റർ അങ്ങനെയുള്ള മെറ്റീരിയൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഉള്ളിലത്തെ ലെയർ കറക്റ്റായിട്ട് മടങ്ങാറില്ല. അപ്പോൾ ഒരു പീസ് വലിപ്പം കൂടുതലും ഒരു പീസ് വലിപ്പം കുറവും നിങ്ങൾക്ക് സംഭവിക്കും. ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനുള്ള കട്ടിംഗ് മെത്തേഡാണ് ഞാൻ കാണിച്ച കട്ടിംഗ് മെത്തേഡ്. നിങ്ങൾക്ക് 2 പീസും ഒരേ അളവിൽ തന്നെയാണ് കട്ട് ചെയ്ത് കിട്ടുക. അപ്പോൾ അത് ഒന്നുകൂടി ഞാൻ ഈ പേപ്പറിൽ കാണിക്കുകയാണ്. ഞാൻ മടക്കുന്ന രീതി ഉണ്ട്. നീളത്തിൽ തുണി വെച്ചതിന് ശേഷം ഇങ്ങനെയാണ് നീളത്തിൽ അതിന് മടക്കുന്നത്. നേരെ കുറുകെ മടക്കിയിട്ട് പിന്നീടാണ് ഞാൻ രണ്ടാമത് അതിന് മടക്കുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് പീസും ബാക്ക് പീസും രണ്ടും 2 ഇൻഡിവിജ്വൽ ലെയർ ആയിട്ടാണ് ഇതിൽ ഞാൻ മടക്കുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് യാതൊരു തരത്തിലും കട്ടിങ്ങിൽ പ്രശ്നമുണ്ടാവില്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കട്ടിങ്ങും നിങ്ങളുടെ പെർഫെക്റ്റ് ആയിരിക്കും, അളവുകളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. വരാൻ പോകുന്ന 2 പാർട്ടുകളും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.